നമ്മളിനി പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 ആണ്. മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം. ഇൻട്രഡക്ഷൻ. ഈ ഇൻട്രഡക്ഷനിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ആ എക്സ്പെരിമെൻ്റിൻ്റെ പേര് ഓസ്റ്റഡ് എക്സ്പെരിമെൻ്റ് ആണ്. ഈ ഓസ്റ്റഡ് എക്സ്പെരിമെൻറ്റിൽ ഒരു വയറെടുത്ത് ഈ വയറിലൂടെ ഒരു കറണ്ട് കടത്തി വിടണം. അപ്പം ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഒരു വയർ കാണിച്ചിരിക്കുകയാണ്. അതിലൊരു ബാറ്ററി കണക്ഷൻ കൊടുക്കുന്നു. ഇതാണ് എൻ്റെ പോസിറ്റീവ് ടെർമിൽ, ഇതാണ് എൻ്റെ നെഗറ്റീവ് ടെർമിൽ. അപ്പം ഇങ്ങനെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് കടന്നു പോകും. അപ്പോൾ അതാണ് ഞാൻ ഏരോ മാർക്ക് കാണിച്ചിരിക്കുന്നത്. കാരണം കറണ്ട് കടന്നു പോകുന്നത് എങ്ങനെയാണ്? പോസിറ്റീവ് ടെർമിൽ നിന്ന് നെഗറ്റീവ് ടെർമിലേക്കാണ് കറണ്ട് വരുന്നത്. ആ പോസിറ്റീവ് ഇതിൻ്റെ അടുത്തൊരു മാഗ്നറ്റിക് നീഡിൽ വെച്ചു. അപ്പോൾ ഞാൻ മാഗ്നറ്റിക് നീഡിലാണ് അടുത്ത് വരയ്ക്കാൻ പോണത്. അപ്പോൾ ഒരു മാഗ്നറ്റിക് നീഡിൽ അതിൻ്റെ പോയിന്ററാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിൽ കറണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ ഈ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഡിഫ്ലക്റ്റഡ് പൊസിഷനാണ് കാണിക്കുന്നത്. ഇതാ ഇങ്ങനെ കാണിച്ചു. കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റി, അതായത് പോസിറ്റീവ് ടെർമിൽ നെഗറ്റീവ് ടെർമിൽ അങ്ങോട്ട് ഇങ്ങോട്ട് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഡിഫ്ലക്ഷൻ്റെ ഡയറക്ഷനും മാറുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം കണ്ടൊരു ഒബ്സർവേഷൻ, കറണ്ട് കടന്നു പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഇതിൻ്റെ ഡിഫ്ലക്ഷൻ മാറുന്നു. മറ്റൊരു ഒബ്സർവേഷൻ നടത്തിയത് കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടുമ്പോൾ ഡിഫ്ലക്ഷൻ്റെ സ്ട്രെങ്ത്തും കൂടുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഒരു 1 ആമ്പിയർ കറണ്ട് കടത്തി വിട്ട സമയത്ത് ഉള്ള ഡിഫ്ലക്ഷൻ ഇതാണെങ്കിൽ ഇതിനേക്കാളും സ്ട്രെങ്ത് ഉള്ള ഇതിനേക്കാളും ആമ്പിയർ കൂടിയ കറണ്ട് കടത്തി വിടുമ്പോൾ ഡിഫ്ലക്ഷൻ വീണ്ടും കൂടി ആ ഡിഫ്ലക്ഷൻ ഇങ്ങനെയാവും. അപ്പോൾ ഇവിടേക്ക് ഇത് ഡിഫ്ലക്ഷൻ 1 ആമ്പിയറിനാണെങ്കിൽ ഇത് ഈ ഡിഫ്ലക്ഷൻ 2 ആമ്പിയറിന്. ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വാല്യൂസ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്, കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഡിഫ്ലക്ഷൻ കൂടുന്നുണ്ട്. കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് ഡിഫ്ലക്ഷൻ വ്യത്യാസം വരുന്നുണ്ട്. ഡിഫ്ലക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാവുന്നു. ഇതാണ് ഇദ്ദേഹം കണ്ടത്. ഇത് യഥാർത്ഥത്തിൽ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഇതിന് ചുറ്റുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും ഈ നീഡിൽ തമ്മിൽ ഇൻട്രാക്ഷൻ കൊണ്ടാണ് ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മേജറായിട്ടുള്ള ഒബ്സർവേഷൻ ചെയ്ത് കണ്ടെത്തിയ കാര്യം, ഒരു കറണ്ട് കാര്യം കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു കറണ്ട് കാര്യം കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിൻ്റെ പ്രോപ്പർട്ടീസും അതിലൂടെ കടന്നു പോകുന്ന ചാർജുകളും അതിൻ്റെ പ്രോപ്പർട്ടീസും എന്നുള്ള അതുകൊണ്ടാകുന്ന ഫോഴ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്.